അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തിനെ ഞാനിങ്ങനെ പറയുന്നു ഇത്രയും കടുപ്പിച്ച്? എത്ര പേർക്ക് ഞാനിത് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ സ്വയം അറിയുന്നു. സത്യമുണ്ട്. പക്ഷെ ആ സത്യത്തിനെ എങ്ങനെ മാനിച്ചെടുക്കണം, നമ്മൾ എങ്ങനെ പോണം, അത് അനവധി ജന്മങ്ങളുടെ വാക്യായിട്ട് സൂക്ഷിച്ച് കർമ്മഗതിയിലെടുത്തിട്ട് ആ ധർമ്മം നമ്മളിലേക്ക് വരുത്തി തീർക്കാൻ നമ്മളെ ത്യാഗം അവിടെ പങ്കുവെച്ച് വെക്കുകയാണ്. നമ്മുടെ ജീവന്റെ ത്യാഗം അവിടെ പങ്കുവയ്ക്കുകയാണ്. അല്ല ഞാൻ 10 മക്കളെ വളർത്തിയിട്ടുണ്ട്, പഴയ അമ്മമാരും അറിയില്ലേ, ഞാൻ 10 പ്രസവിച്ച് നീ 1 പ്രസവിച്ച നീയാണ് എന്നോട് ന്യായം പറയുന്നത്. അപ്പൊ ഈ നിലയിൽ കെട്ട വശം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാൻ ഈ അമ്മ തുനിഞ്ഞെങ്കിൽ ഈ അമ്മയുടെ അറിവെന്താണ്? ഇതുപോലെ അച്ഛനും പിന്നെ അടുത്ത് ചുറ്റുപാട് കൂടുന്നവനും അല്ലേ, പിന്നെ ഇതുകൊണ്ട് തീർന്നു. ഈ അറിവുകേടിന്റെ പിന്നിൽ എന്തൊക്കെ ചെയ്യണം? ഇങ്ങനെ ഒരു അറിവിന്റെ സാധനം നിങ്ങൾക്ക് തീണ്ടിക്കാണാനും പോലും അറിവില്ലാത്ത ഒരു വർഗത്തിൽ ജനിച്ചുപോയി. ഈ വർഗം മാറ്റിയെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യമാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അല്ല, നിങ്ങളോട് അതുവിധം പറഞ്ഞ് എനിക്കൊന്നും സാധിക്കാനില്ല, ഒരു മണ്ണും സാധിക്കാനില്ല. എനിക്ക് സാധിക്കാനുള്ളത് ഈ പറഞ്ഞ മഹാന്മാരുടെ സമ്പ്രദായത്തിൽ നിന്നുപോയ അല്ലെങ്കിൽ വന്നുപോയ അബദ്ധത്തെ നിങ്ങൾ വീണ്ടെടുത്ത് പ്രവർത്തിപ്പിച്ച് നിങ്ങളുടെ മക്കളെ കൊണ്ട് വെളിയിൽ കൊടുപ്പിക്കുക. ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് കേട്ട് പോയി പാടി സൂചിച്ചിട്ട് ഒരു മണ്ണും കിട്ടാനില്ല. ഇതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ അനവധി ഗുരുക്കന്മാര് നമ്മുടെ പാരമ്പര്യത്തിൽ വന്നുപോയി. അത് ഏതെല്ലാം 1000, 2000, 100, 200 കൊല്ലത്തിനിങ്ങനെ ജീവിച്ചിരുന്നൊരു സമ്പ്രദായം ഒരുക്കി ഇട്ടിട്ട് പോയ ആളുണ്ട്, അവനും ഗുരുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വേട്ടാവളിയന്റെ പണിയാണെന്ന്. അപ്പൊ ഇത് മനസ്സിലാകണം.